ഹായ് ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എത്നിക് വെയർ കളക്ഷൻസ്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഇഷ്ടം പോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഇഷ്ടം പോലെ കളക്ഷൻസ് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തിൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നമുക്ക് സെയിൽ നടക്കുന്നത് കൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഷെൽവി. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് കളക്ഷൻ വെച്ച് നോക്കാം. ഇത് ഹാൻഡ്ലൂം, അതും പ്യുവർ കോട്ടണിൽ വരുന്നതാണ് കേട്ടോ. ഈ ബ്രാൻഡ് കേൾക്കുമ്പോൾ തന്നെ ഞെട്ടും. മാക്സ് ബ്രാൻഡ്, അതും അഫോർഡബിൾ റേഞ്ചിൽ, ഒരു 600 റേഞ്ചിലൊക്കെ എനിക്കിത് കിട്ടി. ഇനി ഇതിന്റെ ഡീറ്റെയിലിംഗ് പറയുകയാണെങ്കിൽ പ്യുവർ കോട്ടണിൽ ഈ കാണുന്നത് ലൈൻസ് സ്ട്രൈപ്സ് ഒക്കെ പോണതൊക്കെ വീവിങ്ങിലാണ് കേട്ടോ, ഒന്നും പ്രിന്റ് അല്ല. ഇവിടെ കാണുന്നത് മൊത്തം പാച്ച് വർക്ക് ചെയ്തിരിക്കുന്നത് ഒക്കെ വീവിങ്ങിൽ വരുന്ന ഐറ്റംസ് ആണ്, വീവിങ്ങിന് വരുന്ന വർക്ക്സ് ആണ്. അതുപോലെ തന്നെ സ്ലീവ് 3/4 ആണ് സ്ലീവ് വരുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ സിമ്പിൾ, നമുക്ക് ഓഫീസ് വെയർ, ഡെയിലി വെയർ, ഫംഗ്ഷൻ വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം കുറെ പേര് ഇതുപോലത്തെ ഒക്കെ പ്രിഫർ ചെയ്യുന്നവരുണ്ട്. ചിലർക്ക് ജിഗ് ജാക്ക് വേണ്ടാത്തവരാണെങ്കിൽ ഇങ്ങനത്തെ സിമ്പിൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. മാക്സ് ആണ് ബ്രാൻഡ്. ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ലാർജ് ആണ് കേട്ടോ സൈസ്. സിംഗിൾ ഒരു സ്ട്രെയിറ്റ് കുർത്തിയാണ് ഇത് വരുന്നത്. വൺ സൈഡ് ഇതിൽ പോക്കറ്റും വരുന്നുണ്ട് കേട്ടോ. പിന്നെ പാൻറ് ഇതിന്റെ കൂടെ അല്ല, ഇത് സിംഗിൾ ഒരു കുർത്തിയാണ് വരുന്നത്. ലാർജ് ടബ്, ഹൈലി റെക്കമെൻഡ് പീസ്. ട്രെൻഡിന്റെ പിന്നാലെ പോണവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു പീസ് പിക്ക് ചെയ്തോട്ടോ. കളർ വൈസ് ആയാലും അതിന്റെ പാറ്റേൺ വൈസ് ആയാലും സൂപ്പർ. ഇതിന്റെ ക്വാളിറ്റി ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്വാളിറ്റി എന്ന് പറയുന്നത് കോട്ടൺ ആണ്. കോട്ടൺ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഇനി പാറ്റേൺ വൈസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പാറ്റേണും എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പൊ ട്രെൻഡിൽ നിൽക്കണമെന്ന് ചോദിച്ചാൽ അത് കുറെ നാളെ ട്രെൻഡ് വന്നിട്ട്, പക്ഷെ ഇത് ഇപ്പോഴും ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. കുറച്ചുകൂടി കംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നത്. കാരണം ഇവിടെ ഈ ഫ്രില്ല് കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ചുകൂടിയും ഇവിടെ തുണി കൂടുതലാണ്. നമ്മൾക്ക് മലയാളികൾക്ക് ഈ തുണി കൂടുതൽ കിട്ടുമ്പോൾ കുറച്ചുകൂടി സന്തോഷം കൂടുതലാണ്, വയറുള്ളതുകൊണ്ട്. അപ്പൊ ഇത് 2 പീസസ് സെറ്റ് ആണ് വരുന്നത്. ഇനി ആക്ച്വൽ ലുക്ക് എന്ന് പറയുമ്പോൾ ഇതിന്റെ യോക്ക് പോർഷനിൽ വലിയൊരു മിറർ വർക്കും ചെറുതായിട്ട് ഒരു സീക്വൻസ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സ്ലീവ് നോക്കുകയാണെങ്കിൽ സ്ലീവ് 3/4 ആണ് വരുന്നത്. പിന്നെ ഈ കാണുന്നതൊക്കെ പ്രിന്റ് ആണ് കേട്ടോ. ഇത് എന്താ പറയുക, പാച്ച് വർക്ക് ചെയ്ത അങ്ങനെ സമയമില്ല, പ്രിന്റ് ആണ്. പ്രിന്റ് എന്ന് പറയുമ്പോൾ 2 തുണി വെച്ചിട്ടാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. നടുക്കിലൊരു തുണി വെച്ചിട്ട് പിന്നെ 2 സൈഡിൽ അങ്ങനെ പാച്ച് വർക്ക് അല്ല, ശരിക്കും രണ്ടും ജോയിൻ ചെയ്ത പാച്ച് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന് മുകളിൽ ഒരെണ്ണം വെക്കില്ല, അതല്ല. അപ്പൊ ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. ഇനി ഇതിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ കൂടെ ഇതിന്റെ പാൻറ് വരുന്നത്. പാൻറ് വരുമ്പോൾ നോർമൽ ബ്ലാക്ക് ഷെയ്ഡിലാണ് പാൻറ് വരുന്നത് കേട്ടോ. ഓവറോൾ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഈ ഒരു കളർ വൈസ് ആയാലും പാറ്റേൺ വൈസ് ആയാലും. പിന്നെ ഇൻഡോ ചെയ്ത ബ്രാൻഡാണ്. ബ്രാൻഡ് പറയുമ്പോൾ തന്നെ ഇത്രയും പറഞ്ഞ് നീട്ടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ബ്രാൻഡിന്റെ പേര് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാലും ഇൻഡോയുടെ ബ്രാൻഡിൻ്റെയാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന. സൈസ് ലാർജ് ആണ്, പക്ഷേ എനിക്ക് കുറച്ച് ലൂസാണ്. സാധാരണ നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ കറക്റ്റ് ആവും, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതായിരിക്കും. പക്ഷേ ഈ ഒരു പാറ്റേണിൽ ഇപ്പോൾ ഈ ഒരു ലാർജ് എന്ന് പറയുമ്പോൾ ഒരു പൊടിക്ക് ലൂസാണ്. എന്തായാലും ഞാൻ എക്സ്ചേഞ്ച് ചെയ്തിട്ട് അത് മീഡിയം സൈസായിട്ട് മേടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ഹൈലി റെക്കമെൻഡ് പീസാണ്. ഇനി ഒരു 3 പീസ് കളക്ഷൻ ഒരു പാർട്ടി വെയറിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു സെറ്റ് നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 3 പീസ്, ഒരു പിങ്ക്, കുറച്ച് ഡാർക്ക് ബ്രൈറ്റ് ഷെയ്ഡ് വേണവർക്ക് ഈ ഒരു സംഭവമാണ്. ഇതിൽ ടോപ്പ് പോർഷൻ നോക്കുകയാണെങ്കിൽ സ്ട്രെയിറ്റ് കുർത്തിയാണ്, സ്ട്രെയിറ്റ് അല്ല അല്ലേ, എ ലൈനാണ്. എ ലൈൻ ടൈപ്പാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ യോക്കിൽ എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. വിത്ത് പാൻറ് വരുന്നത്. പാൻറ് സെയിം ആ ഒരു പിങ്ക് ഷെയ്ഡിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിന്റെ പ്രിറ്റി ആയിട്ടുള്ള ദുപ്പട്ട ഹൈലൈറ്റ് ആയിട്ട് വന്നേ കേട്ടോ. അതെ, നല്ല ഹൈലൈറ്റ് ആയിരിക്കും ദുപ്പട്ട വന്നത്. പിന്നെ എ ലൈൻ ടോപ്പായിട്ട് വരുന്നത്. ഇനി ബ്രാൻഡ് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയാ, ഈ ഒരു ബ്രാൻഡിന്റെ പേര് പറഞ്ഞ ഫിയോറ ബ്രാൻഡാണ്. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. ആമസോണിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡും കൂടിയാണ് കേട്ടോ. അതും കുറച്ച് അഫോർഡബിൾ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബ്രാൻഡ് നല്ല അടിപൊളിയാണ്. ഇതിൽ ഇവര് ഫിയോറ ബ്രാൻഡിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ലാർജ് ആണ് വെയർ ചെയ്തിരിക്കുന്ന സൈസ്. ഇതും എനിക്കിഷ്ടമായി. ഇനി നിങ്ങൾക്ക് ഏത് ഇഷ്ടമായെന്ന് കോമെന്റ് സെക്ഷനിൽ പറയാൻ മറക്കണ്ട കേട്ടോ. ലാർജ് ആണ് സൈസ്. പാർട്ടി വെയർ വേണമെന്ന് പറഞ്ഞു കൊടുക്കുക. അടിപൊളി ഒരു 2 പീസിന്റെ സെറ്റ് വേണമെന്നുണ്ട്. അതായത് പാർട്ടി വെയറിൽ നമ്മൾ പാർട്ടി ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണമല്ലോ. ആ രീതിയിലുള്ള ഡ്രസ്സാണ് ഞാൻ പിക്ക് ചെയ്തിരിക്കുന്നത്. കളർ വൈസ് സൂപ്പർ, എവിടെ നിന്നാലും കാണുന്ന ഒരു കളർ. ഇനി ഇതിന്റെ മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ ക്വാളിറ്റി അടിപൊളി ക്വാളിറ്റി. ചന്തേരി മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതിൽ ലൈനിങ്ങും കൂടി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഓവറോൾ നോക്കുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ഫിറ്റ് കുർത്തിയാണ്. യോക്കിൽ വരുന്നത് ഒരു ഡിഫറെന്റ് നെക്ക് പാറ്റേൺ, അതിൽ പാച്ച് വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അതിനും ഉണ്ട് പ്രത്യേകത. കണ്ടോ, ഒരു അംബ്രേല, സെമി അംബ്രേല ടൈപ്പ് ആയിട്ട് അതിലും ഇതുപോലെ തന്നെ വർക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതേ സെയിം പാറ്റേൺ തന്നെ നമുക്ക് പാൻറ് പലാസോയിലും വരുന്നുണ്ട് കേട്ടോ. പലാസോന്റെ അടിയിൽ പോർഷനിലും ഇതുപോലെ തന്നെ ഫുൾ ആ ഒരു
ഒരു വർക്ക് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ഇനി ബ്രാൻഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ബ്രാൻഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തപ്പി പിടിക്കുക എവിടെ ആ ബ്രാൻഡ്, ഏതാ ബ്രാൻഡ് എന്നുള്ളത്. എന്തായാലും ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സൈസ് ലാർജ് ആണ്. ലാർജ് ആയാലും ഇവിടെ കൊണ്ട് വലിയ കുഴപ്പമില്ല, പക്ഷെ ഇവിടെ കൊണ്ട് കുറച്ചൊരു ലൂസ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഷോൾഡറിന്റെ അവിടെ ഒരു പൊടിക്ക് ഇങ്ങനെ ഇറങ്ങിയ ഒരു ഫീലിംഗ്. ബാക്കി ഓവറോൾ നോക്കുകയാണെങ്കിൽ ലുക്കൊക്കെ നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ എങ്ങനെയുണ്ടെന്നുള്ളത്. ലാർജ് ആണ് കേട്ടോ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സൈസ്. ഇതും ഇഷ്ടപ്പെടുന്നവർക്ക്, കളർ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ അടിപൊളി ഒരു പീസാണ്. പാർട്ടി വെയർ അല്ലെങ്കിൽ ഫംഗ്ഷൻ വെയറിന് യൂസ് ചെയ്യാൻ പറ്റും. വേറെ ഇതിൽ കളർ ചേഞ്ച് ഒന്നും തന്നെ ഇല്ല. ഫുട് വെയറിൽ കംഫർട്ടബിൾ, അതുപോലെ തന്നെ ബ്രാൻഡും കൂടി നോക്കുകയാണെങ്കിൽ അങ്ങനെ പിക്ക് ചെയ്തൊരു ഒരു സംഭവമാണ്. അത് നമ്മുടെ മുത്തശ്ശിമാരുടെ കാലം തൊട്ട് കേട്ട് വരുന്നത്, വെച്ചാൽ നമ്മുടെ ചെറുപ്പം തൊട്ട് നമ്മൾ കേട്ട് വരുന്ന ഒരു ബ്രാൻഡാണ് ബാറ്റ. ഈ ബ്രാൻഡിന് പകരം വെക്കാൻ വേറെ എന്തൊക്കെ ബ്രാൻഡ് ഇപ്പൊ പുതിയത് വന്നാലും നമ്മൾ പണ്ടത്തെ ആൾക്കാരോട് ഏത് ബ്രാൻഡിന്റെ ഫുട്വെയർ മേടിക്കുന്നു ചോദിക്കുമ്പോൾ ആദ്യം പറയുന്ന പേരായിരിക്കും ബാറ്റ. ഇനി ഇതിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ എന്നുള്ള രീതിയിലാണ് ഞാൻ പിക്ക് ചെയ്തിരിക്കുന്നത്. ഇതിന് പറയുമ്പോൾ നോർമൽ ദാ ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഡെയിലി വെയറിനായാലും നമുക്ക് ഓഫീസ് വെയറിനായാലും അമ്മച്ചിമാർക്കായാലും നമുക്കായാലും ഒരു കംഫർട്ടബിൾ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫ്ലാറ്റ് ആണ് ഞാൻ പിക്ക് ചെയ്തിട്ടുള്ളത്. ബാറ്റ ബ്രാൻഡിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നല്ല സോളിഡ് ആയിട്ട്. ഇതിന്റെ ബ്രാൻഡിനെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ ക്വാളിറ്റിനെ കുറിച്ച് പറയേണ്ട ഒരു കാര്യമില്ല. നല്ല അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ വരുന്നത്. ഇത് 10 ഷെയ്ഡിലാണ്. ഇനി ഞാൻ പിക്ക് ചെയ്തിരിക്കുന്നത് 7 UK സൈസാണ്. 7 സൈസാണ്. നമ്മൾ സാധാരണ ഷോപ്പിൽ ഫുട്വെയർ ഒക്കെ മേടിക്കാൻ പോകുമ്പോൾ നമുക്ക് ഏതപ്പോൾ 6 സൈസ് 7 8 അപ്പൊ ആ സൈസ് തന്നെ അതിൽ നമുക്ക് സൈസ് ചാർട്ട് കാണും. അത് നോക്കിയിട്ട് മേടിച്ചാൽ മതിയോ. ഞാൻ സാധാരണ മേടിക്കുന്നത് 7, അപ്പൊ 40 UK സൈസ്. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് ആദ്യത്തെ പിക്കൊന്നല്ല, ഇതിലും ഒരുപാട് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇവിടെ ഡിസൈൻ കാര്യങ്ങൾ വർക്കൊക്കെ ആയിട്ട് ഇത് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് ഹൈലി റെക്കമെൻഡ് പീസ്. നല്ല അടിപൊളി കളറല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിസ്ത ഗ്രീൻ അതിലും വൈറ്റും കൂടി വന്നപ്പോഴേ. പിന്നെ മെറ്റീരിയലിന്റെ കാര്യത്തിൽ പറയേ വേണ്ട, കോട്ടന്റെ മെറ്റീരിയൽ. പാറ്റേൺ ആണെങ്കിൽ അതിനേക്കാളും ഗംഭീരം. ഇനി ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു A-ലൈൻ 2 പീസ് ആണ് കേട്ടോ ഇത് വരുന്നത്. A-ലൈൻ ആണ് ഇതിന്റെ ടോപ്പ് പോർഷൻ വരുന്നത്. ഇതിന്റെ പാറ്റേൺ ആണ് എനിക്ക് ഇഷ്ടമായിട്ടുള്ളത്. ആ യോക്ക് പാറ്റേണും അതുപോലെ ഈ രണ്ട് സൈഡില്ല കേട്ടോ. വൺ സൈഡ് ഇങ്ങനെ ഒരു ഫ്ലീറ്റ് വർക്കും പിന്നെ ഈ കാണുന്നതും നല്ല ഒരു ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് സ്റ്റൈലിലാണ് ഇതിൻ്റെ ഒരു നെക്ക് പോർഷൻ വന്നിരിക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് സ്ലീവ് പോർഷനിലും ചെറുതായിട്ട് ഒരു ലേസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പിസ്ത ഗ്രീനിൽ ഈ ഒരു പ്രിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ പാൻറ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 പീസിൻ്റെ കളക്ഷനാണ്. പലാസോ ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ പാൻറ് അല്ല, ആക്ച്വലി സെമി പലാസോ ആ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. ഓവറോൾ ഇത് ഇട്ട് വരുമ്പോൾ നല്ല സോഫ്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ. ഇനി ബ്രാൻഡ് വൈസ് നോക്കുകയാണെങ്കിൽ ഇത് ഫിയോറ ബ്രാൻഡിന്റെ ആണ്. ഫസ്റ്റ് ടൈം ആണ് നമ്മൾ ഈ ഒരു ബ്രാൻഡ് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് തന്നെ. അപ്പൊ ഈ ബ്രാൻഡ് വൈസ് നോക്കിയപ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമായി. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ ഇൻഡോയിറ ബ്രാൻഡ് അതൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ ഗോസ്രിക്കി ബ്രാൻഡ് ഒക്കെ സജസ്റ്റ് ചെയ്യാം. അതേപോലെ ഈ ഒരു ബ്രാൻഡും എൻ്റെ ഒരു ഫേവറേറ്റ് ആയി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ലാർജ് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. ഇതിൽ കളേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഈ കളർ ഇഷ്ടമായി, ഞാൻ കണ്ടു അത് മേടിച്ചു. ഇനി ഇതിൽ കൂടുതൽ കളേഴ്സ് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ എന്തൊക്കെ കളേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഇതിന്റെ ഏതൊക്കെ വേരിയേഷൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതൊന്ന് ജസ്റ്റ് സജഷൻ ആയിട്ട് വരും. അപ്പൊ ആമസോണിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ റെക്കമെൻഡഡ് പീസ്. എങ്ങനെയുണ്ട്? കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ സെയിൽ മറക്കണ്ട. നമുക്ക് ഓഗസ്റ്റ് 6 വരെയാണ് നമുക്ക് ആമസോണിൽ സെയിൽ നടക്കുന്നത്. ഗ്രേറ്റ് ഫ്രീഡം സെയിലാണ് നടക്കുന്നത്. മിസ് ചെയ്യേണ്ട ഈ ഒരു സെയിൽ. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കിട്ടുന്നത്. അപ്പൊ ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്നൊന്നും കമന്റ് സെക്ഷനിൽ പറയാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ അടുത്ത ഇതുപോലത്തെ തന്നെ ന്യൂ കളക്ഷൻസ് ആയിട്ട് വരുന്നത് ആമസോൺ വീഡിയോ ആയിട്ട് കേട്ടോ. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ.